നമസ്കാരം. അവസാനം തകിടം മറിഞ്ഞുപോയി, തരിപ്പണമായി പോയി, ഇനിയില്ല ഒരു തരി പോലും ബാക്കി എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് CPM-ഉം CPM-ൻ്റെ നേതാക്കളുമൊക്കെ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം, ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള അവസ്ഥ എന്ന് പറയപ്പെടുന്നത്. പക്ഷെ അത് മനസ്സിലാക്കുവാൻ പിണറായി വിജയൻ ഇന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശ്രമിക്കാത്തതല്ല, പരാജയമാണ് എന്നറിയാം. എങ്കിലും തൻ്റെ ധാർഷ്ട്യം മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ജനങ്ങളോട് സംവദിക്കുവാനോ മാധ്യമങ്ങളോട് പറയുവാനോ പരാജയപ്പെട്ടു പോയി, ഞങ്ങൾ പരാജയം സമ്മതിക്കുന്നു, ഈ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളുടെ ഭരണത്തിൻ്റെ കൂടി വിലയിരുത്തലായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് എന്ന് സമ്മതിക്കേണ്ടതല്ലേ? അന്തസ്സുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ, അന്തസ്സുള്ള ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നുവെങ്കിൽ, അന്തസ്സുള്ള ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? പരാജയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുക എന്നതാണ് ചെയ്യേണ്ടിയിരുന്നത്. അത്തരത്തിലൊരു മര്യാദ പോലും ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത, അല്ലെങ്കിൽ പരാജയമാണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് പുറത്തു കാണിക്കാത്ത വൃത്തികെട്ട ഒരു മുഖമുണ്ടോ പിണറായിക്ക് എന്ന് ഇപ്പോൾ അണികൾ പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ശ്രദ്ധേയമാകുന്നത്. അതിങ്ങനെയാണ്, എല്ലാവർക്കും എല്ലാം മനസ്സിലായി കഴിഞ്ഞു, എന്നാൽ മനസ്സിലാക്കേണ്ടവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. വമ്പൻ തോൽവിയിലും ന്യായീകരണം പറയുന്നവരെ അമ്പരിപ്പിച്ചു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള സിനിമാ സംവിധായകനായിട്ടുള്ള B. ഉണ്ണികൃഷ്ണനാണ് തൻ്റെ നിലപാട് ഇങ്ങനെ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയും ചെയ്തു. നടൻ സിദ്ദിഖടക്കം ഉണ്ണികൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. തിരുത്തലുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവ തിരുത്തലുകൾ തന്നെ തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ചില തിരുത്തലുകളുണ്ട്, അവ ആരംഭിക്കുന്നത് പോലുമില്ല. ഇതാണ് ഉണ്ണികൃഷ്ണൻ B.യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. സിനിമാ മേഖലയിലെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ഫെഫ്ക, ആ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ B. ഉണ്ണികൃഷ്ണൻ. മലയാള സിനിമയിലെ എല്ലാ പേരിലും പിന്തുണയുള്ള വ്യക്തിത്വം കൂടിയാണ് ഉണ്ണികൃഷ്ണൻ. ഇടതുപക്ഷ സഹയാത്രികനുമാണ്. എന്തുകൊണ്ടും ഏവരും കമ്മ്യൂണിസ്റ്റ് പട്ടികയിൽ ചേർക്കുന്ന ഉണ്ണികൃഷ്ണനാണ് ആരുടെയും പേര് പറയാതെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുപോയത്. കേരളത്തിലെ CPM-ൻ്റെ തോൽവിയിലുള്ള പ്രതികരണമാണ് ഉണ്ണികൃഷ്ണൻ നടത്തുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് കുറവാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതിനെയും ന്യായീകരിക്കുവാനും നഷ്ടമുണ്ടായത് UDF-നാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. 2019-ലും CPM-ന് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇത്തവണയുമുണ്ട്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് തൃശ്ശൂർ, അവിടെ വിജയിച്ചത് BJP-യുടെ സുരേഷ് ഗോപിയും. അതുകൊണ്ട് തന്നെ നഷ്ടമായത് UDF-നാണ് എന്ന് വരുത്തി തീർക്കുവാൻ CPM സൈബർ സഖാക്കൾ നടത്തുന്ന ഈ വേലയുണ്ടല്ലോ, വിശദീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതിനോടൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ്റെ ഈ അഭിപ്രായം കൂടി വരുന്നത് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ശ്രദ്ധേയമായിട്ടുള്ള കമൻറ്റുകളുണ്ട്. പോരാളി ഷാജി നോക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അതിലൊന്ന്. ശരിക്കും പിണറായിക്കിട്ട് താങ്ങിയതാണല്ലേ? തെറ്റുകൾ സംഭവിക്കുമ്പോൾ തിരുത്തുന്നതാണ് നല്ലത്, അത് നല്ല മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഏകാധിപതിയായി പോകുമ്പോൾ തിരുത്തലുകൾ കാണില്ല. ഏകാധിപതിയെ ഒരാൾ തിരുത്തിയാൽ അയാൾ ചരിത്രമാകും. പക്ഷേ ചരിത്രമാകാൻ ആരുമില്ല. അതാണ് നിലവിലെ കേരള സർക്കാരിൻ്റെ സ്ഥിതി എന്ന് പറയപ്പെടുന്നത്. എല്ലാവർക്കും ഭയമാണ് എന്ന് മാറുന്നു. ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് വരുന്ന കമൻറ്റുകൾ. ഇത് ഇടതുപക്ഷത്തെ ഉദ്ദേശിച്ചാണ്, ഇടതുപക്ഷത്തെ മാത്രം ഉദ്ദേശിച്ചാണ്, എല്ലായിടത്തും തിരുത്തലുകൾ അനിവാര്യമാണ്, ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ എത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചേർന്നിട്ട് ഇടതുപക്ഷ സഹയാത്രികനെങ്കിലും പരസ്യ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ B. ഉണ്ണികൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേകത. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ മാത്രമാണ് പലപ്പോഴും അദ്ദേഹം പ്രതികരിക്കാറുള്ളത്. അത്തരത്തിലൊരു വ്യക്തിയാണ് CPM-ൽ തിരുത്തലുകൾ അനിവാര്യമാണ് എന്ന് പരോക്ഷമായിട്ടുള്ള സൂചന നൽകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇത് CPM-നെ വരെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടതുപക്ഷ സഹയാത്രികർക്ക് പോലും പാർട്ടിയുടെ പോക്കിൽ ആശങ്കയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ്റെ അടക്കമുള്ളവരുടെ പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. തോൽവിയെ തുടർന്ന് CPM-ലും LDF-ലും ഉയർന്ന മുറവിളിക്ക് മറുപടിയുമായി സർക്കാരിൻ്റെ മുഖം മിനുക്കുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയിൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി M. ഗോവിന്ദനുമൊക്കെ ഇപ്പോൾ വ്യക്തമാക്കിയതോടുകൂടിയാണ് വിശദമായ പരിശോധനയ്ക്കായി 16 മുതൽ 5 ദിവസത്തെ നേതൃയോഗം CPM ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. CPI നിർവാഹക സമിതി ഈ 10-ാം തീയതി ചേരുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും
മുഖ്യമന്ത്രിയുടെ ശൈലി മാറുകയും വേണമെന്ന വികാരം അത് പാർട്ടിയിലും മറ്റ് കക്ഷികളിലുമൊക്കെ ശക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനം CPM സംസ്ഥാന കമ്മിറ്റി 2 തവണ വിലയിരുത്തിയപ്പോഴും മന്ത്രിമാർക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. CPI നേതൃയോഗങ്ങളിൽ അത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയായി ഉയരുകയും ചെയ്തു. ഇത് വ്യാപകമായിട്ടുള്ള അതിർത്തി കണക്കിലെടുത്താണ് തിരുത്തലിന് തയ്യാറാന്ന സൂചന മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭിപ്രായവും ചിലപ്പോൾ പരിഗണിച്ചേക്കാം. സാധ്യത കുറവാണ് എങ്കിൽ കൂടി തുടർച്ചയായി 4 സീറ്റും തോറ്റതിൻ്റെ നിരാശയിലും രോഷത്തിലുമാണ് CPI ഇപ്പോൾ. LDFന് കിട്ടിവന്ന വോട്ടുകൾ ചിലയിടത്ത് BJPക്ക് പോയത് ആസൂത്രിതമാണോ എന്നൊരു സംശയം പോലും CPI നേതാക്കൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് താൻ. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തിലെ അതൃപ്തി എന്ന് പറയപ്പെടുന്ന RJD സംസ്ഥാന പ്രസിഡന്റായുള്ള MV ശ്രേയാംസ് കുമാർ പരസ്യമാക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് CPI നേതാവായിട്ടുള്ള C ദിവാകരൻ തുറന്നടിക്കുകയും ചെയ്തു. ഇങ്ങനെ CPIക്കുള്ളിലും ഘടകകക്ഷികളിലും എന്തിന് ഇപ്പോൾ CPMൽ പോലും തിരുത്തലുകൾ ആവശ്യമാണ് എന്നുള്ള മുറവിളി ഉയരുമ്പോൾ ശ്രീ പിണറായി, നിങ്ങളുടെ കസേരയുടെ കാലുകൾ ഇളകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെ സംശയദൃഷ്ടിയോട് നോക്കുന്നവരുടെ എണ്ണം കൂടുന്നു പെരുകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ ധാർഷ്ട്യങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് സ്വന്തം പ്രജകൾ തന്നെ നിങ്ങളുടെ മുഖത്തിന് നേരെ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യം ശ്രീ പിണറായി നിങ്ങൾ മറന്നു പോകരുത്. പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി കസേര ഒഴിയേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ യാത്ര എന്നുള്ള കാര്യവും താങ്കൾ മറന്നു പോകരുത്. കാരണം ഒരു കൂട്ടം ജനങ്ങളെ എന്നും കബളിപ്പിച്ചു സ്വന്തം പോക്കറ്റിലാക്കി നിർത്തിയിരുന്ന നിങ്ങളുടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരുതരം വൈദഗ്ധ്യം, ഒരു ബൂർഷ്വാസിയുടെ മനസ്സിലുദിക്കുന്ന തത്വചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ ഇവിടുത്തെ നിങ്ങളുടെ അന്തം കമ്മി സഖാക്കളും ഒപ്പം തന്നെ പ്രജകളും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്ത് നിങ്ങളോടൊപ്പം നിന്നതാണ്. പക്ഷേ അവർക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങൾ മഹാകള്ളനാണെന്ന്, നിങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു സഖാവല്ല എന്ന്. അതുകൊണ്ട് തിരുത്തലുകൾ തുടങ്ങേണ്ടത് ഈ തലതൊട്ടപ്പലിൽ നിന്നാണ്. കാരണം ആദ്യം മാറ്റേണ്ടത് ഈ മുഖ്യമന്ത്രി കസേരയും മുഖ്യമന്ത്രിയുടെ കുപ്പായവും ഈ പിണറായി വിജയനിൽ നിന്ന് ഊരി വയ്ക്കിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് നട്ടലുള്ള ഒരു പാർട്ടിയാണ് CPM എങ്കിൽ ആദ്യം തിരുത്തലുകൾ നടത്തേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റുക എന്നതിലൂടെയാണ്. ഈ 16 മുതൽ നടത്തുന്ന 5 ദിവസത്തെ നിങ്ങളുടെ മാമാങ്കമുണ്ടല്ലോ, ആ മാമാങ്കത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്, തിരുത്തലുകൾ വരുത്തേണ്ടത് മുഖ്യമന്ത്രി കസേര തെറിപ്പിച്ചുകൊണ്ടായിരിക്കണം. ഒപ്പം മന്ത്രിസഭയിൽ കഴിവില്ലാത്ത മന്ത്രിമാരെ പുറത്താക്കി പുതിയ മന്ത്രിമാരെ പ്രതിഷ്ഠിക്കുവാനുള്ള കരുത്തെങ്കിലും കാട്ടണം നിങ്ങൾ. ആദ്യം പുറത്തു പോകേണ്ടത് പിണറായി ആകട്ടെ.